ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ആർദ്രവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ വിഭവമായ മനോഹരമാണ്. പേര് പോലെ തന്നെ മനോഹരമായ ഒരു സ്വീറ്റ് വിഭവമാണിത്. വളരെ എളുപ്പം എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഇത് ബിഗിനേഴ്സിന് യാതൊരു തെറ്റും കൂടാതെ ധൈര്യമായി ഉണ്ടാക്കി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കറുമുറ എന്നുള്ള 4 മണി പലഹാരമായ മനോഹരമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് ആദ്യം 1 കപ്പ് ചെറുപയർ പരിപ്പും 1/2 കപ്പ് പച്ചരിയും ഒരു പാത്രത്തിലേക്കിട്ട് 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി വെള്ളമൊഴിച്ച് 3 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കൂടുതൽ സമയം കുതിർത്താൽ എണ്ണ കുടിക്കും. 3 മണിക്കൂറിന് ശേഷം ഇനി ഇത് മിക്സി ജാറിലിട്ട് 1/4 സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അരയ്ക്കുക. 2 പ്രാവശ്യമായിട്ട് അരച്ചാലും മതി. നല്ലപോലെ അരയണം. ഇനി ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറുപരിപ്പും അരിയും കുതിർക്കാനിടാം. എന്നിട്ട് സെപ്പറേറ്റായും അരയ്ക്കാം. അരച്ച മിശ്രിതം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. മാവ് കൂടുതൽ ലൂസാവാനും പാടില്ല, അതുപോലെ കട്ടിയാവാനും പാടില്ല. സെമി തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമ്മൾക്ക് ഈ മാവ് വെച്ച് ബൂന്തി ഉണ്ടാക്കണം. അതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. കുറച്ച് വായ്വട്ടമുള്ള പാൻ വയ്ക്കുന്നതാണ് നല്ലത്. അതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായോ എന്നറിയുവാൻ മാവിൽ നിന്നും ഒരു ചെറിയ ഉരുളയെടുത്ത് എണ്ണയിലേക്കിട്ടാൽ അടിയിൽ താഴ്ന്ന് വേഗം തന്നെ മുകളിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എണ്ണ കറക്റ്റ് പാകത്തിൽ ചൂടായിട്ടുണ്ടെന്ന്. എണ്ണ ചൂടാകാതെ ഇട്ടാൽ കറക്റ്റായി ബൂന്തി പൊരിക്കാൻ കഴിയില്ല, വളരെ സോഫ്റ്റായിരിക്കുകയും ചെയ്യും. കൂടുതൽ ചൂടായാൽ പുറം മുരിയും ഉള്ളു വേവുകയുമില്ല. പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ പലഹാരം എണ്ണയിലിടുന്ന സമയം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇട്ട ശേഷം ഉടനെ സിമ്മിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കണം. അതുപോലെ വാങ്ങുന്ന സമയം ഹൈയിൽ വെച്ച് വാങ്ങി അടുത്ത ട്രിപ്പ് മാവിട്ടതും ലോ ആക്കേണ്ടതാണ്. ഗ്യാസ് ഫ്ലെയിം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പലഹാരം ഉണ്ടാക്കുവാൻ. ബൂന്തി ഉണ്ടാക്കുന്നതിന് ഈ ടൈപ്പിലുള്ള ബൂന്തി കരണ്ടി മേടിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കണ്ണാപ്പയിലും ഇതുണ്ടാക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് മാവെടുത്ത് ലേശം പരത്തി കൊടുത്താൽ മുത്തുമണി പോലെ മാവ് എണ്ണയിലേക്ക് വീഴും. കൂടുതൽ മാവൊഴിച്ച് വേഗം എല്ലാ ബൂന്തിയും പൊരിക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ചെയ്താൽ കട്ട പോലെയായിരിക്കും കിട്ടുക. ബൂന്തി ഇട്ടതും ഉടനെ കരണ്ടി കൊണ്ട് ഇളക്കരുത്. കുറേശ്ശെ ഒഴിച്ച് ഗ്യാസ് മീഡിയത്തിൽ വെച്ച് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ പൊരിക്കുക. എണ്ണയുടെ പതയെല്ലാം അടങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാം കോരി മാറ്റാറായെന്ന്. കൂടാതെ ബൂന്തി കരണ്ടി കൊണ്ട് ഇളക്കുമ്പോൾ നല്ല കലപില ശബ്ദമായിരിക്കും. ക്രിസ്പിയായി എന്നുള്ളതിൻ്റെ തെളിവാണിത്. നല്ല മൊരിഞ്ഞ ബൂന്തികൾ കോരി ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് സമയമെടുക്കും എല്ലാ ബൂന്തികളും പൊരിച്ചെടുക്കാൻ. ചിലത് കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. പെട്ടെന്ന് ഓരോ ട്രിപ്പ് ബൂന്തിയും കോരി മാറ്റാൻ കുറച്ചുകൂടി വായുവിസ്താരമുള്ള ചീനച്ചട്ടിയോ പാത്രമോ എടുത്താൽ മതി. വലിയ പാത്രം എടുക്കുമ്പോൾ അത്രയും എണ്ണ ഒഴിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ കടായി എടുത്തത്. കുറച്ച് സമയമെടുക്കും ബൂന്തികൾ മുഴുവൻ പൊരിച്ചെടുക്കാൻ. നമ്മുടെ ബൂന്തികൾ മുഴുവൻ വറുത്ത് കോരിയിട്ടും കാര്യമായി എണ്ണ കുറഞ്ഞിട്ടില്ല. അതിനർത്ഥം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരുന്നു എന്നാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ബൂന്തികൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചെറുതായി നുറുക്കിയതിട്ട് വഴറ്റുക. തേങ്ങാക്കൊത്ത് മൂത്ത് ചുവന്ന് വരുമ്പോൾ വാങ്ങി വയ്ക്കുക. ആദ്യം നമ്മൾ ബൂന്തി വറുത്തു, രണ്ടാമത്തെ തേങ്ങാക്കൊത്തും വറുത്തു വെച്ചിട്ടുണ്ട്. മൂന്നാമതായി നമ്മൾക്ക് ശർക്കര പാനി തയ്യാറാക്കാം. ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിൽ 4 അച്ച് വെല്ലവും കൂടെ 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് വയ്ക്കുക. 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കറക്റ്റായിരിക്കും. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് 5 അച്ച് വെല്ലമിട്ട് പാവ് കാച്ചാം.
അച്ചുവെല്ലമായതുകൊണ്ട് മാലിന്യമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അരിച്ച് ഉരുളിയിലേക്ക് ഒഴിക്കാം. പാവ് കാച്ചുന്നതിന് കുറച്ച് വലിയ അടികട്ടിയുള്ള പാത്രമെടുക്കുക. പാവ് 1 നൂൽ പരുവമാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ സ്റ്റേജ് 2 നൂൽ പദം. മൂന്നാമത്തത് സോഫ്റ്റ് ബാൾ പദം. അടുത്തത് ഹാർഡ് ബാൾ പരുവം. ഓരോ പലഹാരത്തിനും പാവിൻ്റെ പരുവം വ്യത്യസ്തമായിരിക്കും. ഇവിടെ നമ്മൾക്ക് വേണ്ടത് ശർക്കര അലിഞ്ഞ് ഒട്ടുന്ന പരുവവും കഴിഞ്ഞ് അടുത്ത സ്റ്റേജായ 1 നൂൽ പരുവമാണ്. പാവിൽ നിന്നും എടുത്ത് കൈവിരലുകൾക്കിടയിൽ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂല് പോലെ പാവ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഒരു കമ്പി പദം. വിരൽ വെള്ളത്തിൽ നനച്ച് ഇത് നോക്കുക, അല്ലെങ്കിൽ കൈപൊള്ളും. ഇനി നമ്മൾക്ക് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് നെയ്യോടുകൂടി ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ബൂന്തികൾ ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. പാവ് എല്ലാ ബൂന്തിയിലും പറ്റുന്നത് വരെ ഇളക്കുക. 1 സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ച് നേരം ചൂടാറാൻ വയ്ക്കുക. ആറിയതിനു ശേഷം കട്ട ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക. വെരി ടേസ്റ്റി ക്രിസ്പി ഈവനിങ് സ്നാക്ക് മനോഹരം റെഡി. ഇത് തിന്നാൻ തുടങ്ങിയാൽ തിന്നുകൊണ്ടേയിരിക്കും. ചില പലഹാരങ്ങൾ അങ്ങനെയാണ്, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഇത് ഉണ്ടാക്കി ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. കുറേ ദിവസം കേടുകൂടാതെയിരിക്കും. നമ്മുടെ സ്വന്തം പാലക്കാടൻ മനോഹരം നിങ്ങൾക്ക് സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കേണ്ട. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.